വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി 24-ാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ചയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ISL മത്സരം വരുന്നത്. എതിരാളികൾ മറ്റാരുമല്ല, ഈസ്റ്റ് ബംഗാൾ FC തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാം. ഏതായാലും ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിനായി ഇറക്കുന്ന പോസിബിൾ ലൈനപ്പൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും 8 മത്സരങ്ങളിലാണ് ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈ 8 മത്സരങ്ങളിൽ നിന്ന് 3 ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ 2 മത്സരങ്ങൾ ഈസ്റ്റ് ബംഗാളും വിജയം കണ്ടെത്തിയിട്ടുണ്ട്. 3 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു 8 മത്സരങ്ങളിൽ നിന്ന് വെറും 10 ഗോളുകൾ മാത്രമേ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ വെറും 11 ഗോളുകൾ മാത്രമേ ഈസ്റ്റ് ബംഗാളിന്റെ വലയിലേക്ക് എത്തിച്ചിട്ടുമുള്ളൂ. അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊന്നും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ കാട്ടിലും മോശം അവസ്ഥയിലൂടെയാണ് ഈസ്റ്റ് ബംഗാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയ പ്രതീക്ഷകൾ ഏറെയുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിനായി എടുക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ 4-2-3-1 എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങുക. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും. ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ 2 സെന്റർ ബാക്കിൽ മിലോസും അതുപോലെ തന്നെ ഹോൺതാമും ഇറങ്ങും. റൈറ്റ് ബാക്കിൽ ഇനി സന്ദീപ് സിംഗിനെ പ്രതീക്ഷിക്കാം. ലെഫ്റ്റ് ബാക്കിൽ നവാച്ചോ സിംഗും ഉണ്ടാകും. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനനും ഫ്രെഡിയും ഇറങ്ങും. മുന്നേറ്റത്തിൽ അറ്റാക്കർ ആയിക്കൊണ്ട് അഡ്രിയൻ ലൂണയും അതുപോലെ തന്നെ വിങ്ങിലൂടെ കോറോ സിംഗും നോഹ സദോരിയും ഇറങ്ങും. മുന്നേറ്റനിരയിൽ ഏക സ്ട്രൈക്കർ ആയിക്കൊണ്ട് നമുക്ക് ജീസസിനെയും പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ ഒരു ലൈനപ്പാകും ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത്. ഏതായാലും ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.